യേശുവിനെ എല്ലാ കാലത്തും ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടം യേശുവിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ഇന്ന് യേശു ഒരു പരസ്യേന വീട്ടിലാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മഹോദര രോഗി അവിടെ ഉണ്ടായിരുന്നുവെന്ന് വചനം പറയുന്നു. എന്ന് വെച്ചാൽ ശരീരം മുഴുവനും നീരുള്ള, വല്ലാണ്ട് ത്വക്കുമായി ബന്ധപ്പെട്ട അസുഖമുള്ള, ശരീരം മുഴുവനും വേദന അനുഭവിക്കുന്ന ഒരസുഖം. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക വേദനകൾ വലുതായിരിക്കുമല്ലോ. അയാൾ പല പ്രാവശ്യം പലയിടങ്ങളിൽ പോയി വൈദ്യസഹായം തേടിയിട്ടുമുണ്ടാകും. എന്നിട്ടും ആ അസുഖത്തിനൊന്നും വലിയ ഭേദമുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ആ സത്യത്തിൽ അയാൾ യേശുവിൻ്റെ കൺവെട്ടത്ത് എവിടെയോ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് യേശുവിടെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അത് സാബത്ത് ദിവസം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവിടെ നിൽക്കുന്നത്. സാബത്തിൽ ഒരത്ഭുതവും ചെയ്യാൻ പാടില്ല, സാബത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. യേശു ഈ അതിർവരമ്പുകളെ അതിജീവിച്ച ഒരാളാണ്. യേശുവിന് നന്മ ചെയ്യാൻ ഈ അതിർവരമ്പുകൾ എപ്പോഴും ബുദ്ധിമുട്ടാണെന്നറിയുമ്പോൾ യേശു അതിർവരമ്പുകളെ പതുക്കങ്ങ് മാറ്റും. എന്നിട്ട് അതിനുള്ളിലേക്ക് മനുഷ്യത്വത്തെ കടത്തിവിടും, ദൈവസ്നേഹത്തെ കടത്തിവിടും. അതാണ് നമ്മൾ ഗോസ്പലിൽ കാണുന്നത്. ഒരാൾക്കൊരാവശ്യമുണ്ടെന്നറിയുമ്പോൾ, ഒരു സഹായം ഉണ്ടെന്നറിയുമ്പോൾ എക്സ്ക്യൂസ് പറയാതെ യേശുവിനെ സഹായിച്ചു, യേശുവിനെ സന്തോഷത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരിക്കൽ പോലും യേശു എക്സ്ക്യൂസ് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നിനു വേണ്ടിയും തടസ്സം പറയാതെ, ഒന്നിനു വേണ്ടിയും കാര്യകാരണ സഹിതം മാറ്റി നിർത്താതെ യേശു എല്ലാവരെയും സഹായിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കൊത്ത്, അവർ ആവശ്യപ്പെടുമ്പോഴും ആവശ്യപ്പെടാതിരിക്കുമ്പോഴും. നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സഹായവുമായി കൈനീട്ട മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒത്തിരി കാരണങ്ങൾ പറഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നിടത്ത് ഒരു കാരണവും പറയാതെ അവർക്ക് വേണ്ടി അവൈലബിൾ ആവുന്ന ഒരു യേശുവിനെ നമ്മൾ കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നു യേശുവിൻ്റെ ഏറ്റവും വലിയ നന്മ ഇതാണ്. മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അവൻ കൃത്യമായി സമീപസ്ഥനായിരുന്നു. അവിടെ എക്സ്ക്യൂസ് ഇല്ലായിരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.